നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തു. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാൽ വിരലുകളിലൂടെ കാൽപാദങ്ങളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിൽ ഇരിക്കാം. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദവമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി 2 സഹജമാർഗത്തിൻ്റെ ആദി ഗുരുവായ ലാലാജി മഹാരാജിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. എല്ലാവരെയും ബർത്ത്ഡേ സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതിന് ഓൺലൈൻ ലിങ്ക് ഉണ്ട്, അത് ഷെയർ ചെയ്യാം. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് യാചനയല്ല, ബെഗിങ് അല്ല എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ യാചന എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകളെ കുറിച്ച് തന്നെ യാതൊരു കോൺഫിഡൻസും ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ്. എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ടാവില്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്. എന്നിട്ട് നമ്മളൊരു ഹയർ അതോറിറ്റിക്ക് അപ്പീൽ ചെയ്യണം, ഇത് ചെയ്യണം, ചെയ്തു തരണം എന്നുള്ളൊരു അപ്പീൽ. അതാണ് നമ്മൾ സാധാരണ പ്രാർത്ഥന എന്ന് കരുതുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ യാചിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മുൻവിധികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, നമ്മൾ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തോന്നൽ അവിടെയുണ്ട്. സഹജമാർഗത്തിൻ്റെ ഗുരുനാഥനായ ചാരുജി മഹാരാജ് പറയാറുണ്ട്, ഇതാണ്
ഏറ്റവും വലിയ മുൻവിധി, പ്രജുഡിസ്. നമ്മളുടെ തന്നെ പാസ്റ്റിൽ കുടിക്കിടക്കുക. സ്റ്റേജിൽ കയറി സംസാരിക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് പേടിയാണ്. എന്താണ് ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് ആൾക്കാരെന്താ വിചാരിക്കുക? ഷൈനസ് ഇസ് എ സൈൻ ഓഫ് ഈഗോ എന്ന് ചാരുജി മഹാരാജ് പറയാറുണ്ട്. പ്രാർത്ഥനയിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുക. സത്യസന്ധമായി, ഹമ്പിളായി, സിൻസിയറായി, കമ്പാഷനേറ്റായി തൻ്റെ തലത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഇമ്പ്രൂവ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുക. തന്നാലാവുന്ന വിധത്തിൽ എല്ലാ ഇമ്പ്രൂവ്മെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ കഴിവുകളുടെ ആ മേഖല എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കംഫോർട്ട് സോൺ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ ഇത്രേ തലത്തിലായിരുന്നു സ്നേഹത്തിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ തലം എക്സ്പാൻഡ് ചെയ്യുന്നു. കൂടുതൽ വ്യക്തികളെയും കൂടുതൽ സർക്കംസ്റ്റാൻസസിനെയും എൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിലേക്ക് ഉൾപ്പെടുത്താൻ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. ഞാൻ ആ യൂണിവേഴ്സൽ ഹൃദയവുമായിട്ട് യോജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇന്നത് സംഭവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളില്ല. നമ്മൾ നമ്മളാലാവുന്നത് ചെയ്യുന്നു. അണ്ണാർക്കൊട്ടനും തന്നാലായത് എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. ഭഗവാൻ ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് പാലം പണിയുമ്പോൾ വാനരന്മാരൊക്കെ വലിയ വലിയ കല്ലുകൾ ഇടുമ്പോൾ ഒരു അണ്ണാറക്കൊട്ടൻ മണ്ണിൽ കിടന്നുരുളും. എന്നിട്ട് പാലത്തിന്മേൽ പോയിട്ട് ആ മണ്ണ് കുടയും. ഭഗവാൻ പാലം പണി കഴിഞ്ഞിട്ട് അണ്ണാൻ്റെ മുതുകത്ത് ഒരു കൈകൊണ്ട് തലോടി. അതാണ് അണ്ണാൻ്റെ മുതുകത്ത് 3 വരകളുണ്ട് എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മൾ നമ്മുടെ ട്രൂത്ത്ഫുള്ളായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു നമ്മളാൽ പറ്റുന്നത് പ്രപഞ്ചത്തിൻ്റെ വിധാതാവായിട്ടുള്ള പ്രപഞ്ചത്തെ നടത്തുന്ന ആ പൂർണ്ണതയുടെ മുമ്പിൽ ഞാനും എൻ്റെ പങ്ക് നിർവഹിക്കുകയാണ്. ഒരു തരത്തിലും എൻ്റെ മടി അവിടെ ബാധിക്കുന്നില്ല, എൻ്റെ ഈഗോ അവിടെ ബാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ പ്രാർത്ഥനാഭാവം നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് അതുപോലെ ആവണമെന്നുണ്ട്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അദ്ദേഹം ഇത്രയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പങ്ക് നിർവഹിക്കും. എനിക്ക് അദ്ദേഹത്തെ പോലെ തന്നെ പ്രവർത്തിക്കണം. എൻ്റെ മേഖലയിൽ ഞാൻ അദ്ദേഹത്തെ പോലെ പ്രവർത്തിക്കും. അപ്പം അവിടെയാണ് ഗുരുനാഥൻ്റെ പ്രാധാന്യം വരുന്നത്. ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുകയല്ല ചെയ്യുക. ഞാൻ എൻ്റെ സ്ഥലത്ത്, എൻ്റെ തലത്തിൽ ഞാൻ അദ്ദേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യും. ഞാൻ സത്യസന്ധമായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം എന്നിലൂടെ ഞാൻ പ്രവഹിക്കാൻ അനുവദിക്കും. അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും പറ്റില്ല. നമ്മളെ സ്നേഹിപ്പിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. നമ്മളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ സ്നേഹത്തെ തടുക്കാൻ ആർക്കും പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലിംഗാണ്. ഈ തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പ്രാർത്ഥനാഭാവത്തിലെത്തുന്നു. നമ്മൾ ആ അബ്സല്യൂട്ടിൻ്റെ ആ പൂർണ്ണതയുടെ ഇൻസ്ട്രുമെൻ്റായിട്ട് മാറും. നമ്മൾ എപ്പോഴും സ്നേഹം നൽകാനുള്ള മാധ്യമങ്ങളായിട്ട് മാറുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും നൽകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വ്യക്തി യഥാർത്ഥ ഭക്തനായി മാറും. ഇതാണ് ഭക്തൻ എന്ന് പറയുന്നത്. ഭക്തൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ പ്രസൻസിനെ അതേപോലെ തന്നെ പ്രകടമാവുന്ന, മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളാണ് ഭക്തൻ. ഭക്തൻ ഇല്ലാതെ ഭഗവാൻ ഇല്ല എന്ന് പറയും. ഭക്തനാണ് ഭഗവാനെ റേഡിയേറ്റ് ചെയ്യുന്നത്. ഗുരു ഗോവിന്ദ് ദോവു ഖടേ കാഹേക്കോ കരേ പ്രണാം എന്ന് കബീർദാസ് ചോദിക്കുന്നുണ്ട്. ഗുരുവും ഗോവിന്ദനും മുമ്പിൽ നിൽക്കുമ്പോൾ ആരെയാണ് ഞാൻ പ്രണമിക്കേണ്ടത്? തീർച്ചയായും ഗുരുവിനെയാണ്. കാരണം ഗുരുവാണ് എന്നെ ഗോവിന്ദനെ പരിചയപ്പെടുത്തുന്നത്. ഗുരുവിലൂടെയാണ് ഞാൻ ഗോവിന്ദനെ കണ്ടത്. അപ്പോൾ പരമഭക്തനാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുവും ഭഗവാനും നമ്മളുടെ എല്ലാ തരത്തിലുള്ള വാതിർപരമവും ഡിസോൾവ് ചെയ്തിരിക്കും. നമ്മൾ ഗുരുവിനെ കാണുമ്പോൾ ഈശ്വരനെ തന്നെ കാണും. അങ്ങനെ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ അറിയുക? എങ്ങനെയാണ് ഈശ്വരനെ നമ്മൾ അനുഭവിക്കുക? ഈ തരത്തിലുള്ള ഭക്തന്മാരിലൂടെയാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്. അതുകൊണ്ടാണ് അവരെ ഭാഗവതന്മാർ എന്നൊക്കെ ഭാഗവത്തിൽ പറയുന്നത്. ഈശ്വരനുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ് ഈ തരത്തിലുള്ള സ്നേഹത്തിൻ്റെ മാധ്യമങ്ങളായുള്ള ഗുരുനാഥന്മാരെ കാണുമ്പോഴാണ് നമ്മളുണ്ടാവുക. അപ്പോൾ നമുക്കതുപോലെ ആവണം എന്നുള്ള ഒരു ക്രേവിങ് ഉണ്ടാവുക. അപ്പോൾ പ്രാർത്ഥനയിൽ ആ തരത്തിലുള്ളൊരു ക്രേവിങ് ഉണ്ട്. ഒന്നും ആവശ്യപ്പെടുന്നില്ല, നമ്മൾ പ്രവർത്തിക്കുന്നു. നമുക്ക് എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്, ഒരു സംശയവുമില്ല. അപ്പം അങ്ങനെ ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്നത്?
അവിടെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഫ്ലോ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ചിന്തിച്ചാൽ മതി അത് സംഭവിക്കുന്നു. അവര് സത്യം പറയുകയല്ല ചെയ്യുക, അവർ പറയുന്നത് സത്യമായി മാറുന്നു എന്നാണ് പറയുന്നത്. കാരണം അവരിൽ സെപ്പറേഷൻ ഇല്ല. അവരുടെ ദർശനം അല്ലെങ്കിൽ അവർ നമ്മളെ നോക്കുമ്പോൾ നമ്മളിൽ ആ ഒരു മാറ്റം സംഭവിക്കുന്നു. നമ്മളെ നമ്മളെ കരുണയോടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരങ്ങൾ ഡിസോൾവ് ചെയ്ത് പോകും, അഹംബോധം ഡിസോൾവ് ചെയ്ത് പോകും. ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ മിറക്കിൾസ് ഒന്നുമില്ല. നമ്മൾ ജീസസ് ക്രൈസ്റ്റ് മിറക്കിൾസ് ചെയ്തു, ഭഗവാൻ ശ്രീകൃഷ്ണൻ മിറക്കിൾസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് മിറക്കിളാണോ? കാരണം അവരൊന്നും ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ അത്ഭുതം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കരുണയോട് കൂടിയിട്ട് ഒന്ന് നോക്കിയാൽ മതി. ലസാറസ് എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോൾ ലസാറസ് എണീക്കുക. അതാണ് അബ്സല്യൂട്ട് പ്രാർത്ഥനാഭാവം. കാരണം ഇവിടെ ആ ദർശനം അദ്ദേഹത്തിൻ്റെ ഫ്ലോയിലേക്കുള്ള കണക്ഷനാണ്. ഡയറക്റ്റായിട്ട് ആ സ്നേഹങ്ങൾ ഒഴുകുകയാണ്. അപ്പോൾ ഡിഫറൻസ് അവിടെ ഇല്ലാണ്ടേ മാറും. ഭഗവാന്റെ പ്രതിരൂപമായി മാറുന്നു, ഡിവിനിറ്റിയുടെ പ്രതിരൂപമായി മാറുന്നു. അതാണ് പ്രാർത്ഥനയുടെ അത്ഭുതം. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥനാ ഭാവത്തിൽ അവിടെ ഞാൻ ഇല്ല, അഹങ്കാരം അവിടെ ഇല്ല. ആ തരത്തിലൊരു പ്രാർത്ഥനയിലേക്ക് എത്തിച്ചേരാനാണ് നമ്മൾ പ്രെയർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സഹജമാർഗത്തിൽ ആദ്യത്തെ ലൈനിൽ നമ്മൾ ആ ലക്ഷ്യത്തെ പറ്റി മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. ഓ മാസ്റ്റർ ദ വാട്ട് ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. വാക്കുകൊണ്ട് പറയല്ല, അങ്ങേപോലെ ആവലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. വി ആർ യെറ്റ് ബട്ട് സ്ലേവ്സ് ഓഫ് വിഷസ് പുട്ടിംഗ് ബാർ ടു അവർ അഡ്വാൻസ്മെന്റ്. ഉന്നതിക്ക് തടസ്സമായി നിൽക്കുന്ന ആശകൾക്ക് ഞങ്ങൾ ഇന്നും അടിമകളാണ്. ഞങ്ങൾ എന്നുള്ള ആ ഫീലിംഗ് അവിടെ ഉണ്ട്, നമ്മൾ എന്നുള്ള ഫീലിംഗ് അവിടെ ഉണ്ട്. എല്ലാവരും ഉൾപ്പെടുത്തുന്നതാണ് ഈ പ്രയർ. ഞാനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും അവിടെ യൂണിവേഴ്സിനെ മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുന്നു. അതിന് വേറൊരു രീതിയിൽ നിർവചിക്കാം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പേഴ്സണാലിറ്റീസും ഒരുമിച്ച് സമർപ്പിച്ച് നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും അങ്ങേപോലെ തന്നെ അങ്ങയുടെ മാധ്യമങ്ങളെ മാറണം. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഓരോ സംസ്കാരങ്ങളും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളായിട്ട് മാറണം. എക്സ്പീരിയൻസസ് ഒക്കെ അദ്ദേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറണം. നമ്മളൊരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ എക്സ്പീരിയൻസ് നമ്മുടെ ഉള്ളിലെ സംസ്കാരം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അവിടെ പ്രാർത്ഥനാഭാവത്തിലാണെങ്കിൽ അത്ഭുതം എന്തായിരിക്കും? നമ്മുടെ ഉള്ളിലെ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ മാധ്യമമായി മാറുന്നു. അവിടെ ആ എക്സ്പീരിയൻസ് തന്നെ ഡിവൈനൈസ്ഡ് ആയി മാറും. അതുകൊണ്ടാണ് അങ്ങനെയാകുമ്പോൾ എക്സ്പീരിയൻസസിനെയും എല്ലാം ഡിവൈനൈസ് ചെയ്യാൻ പറ്റുന്നു. സ്പർശിക്കുന്നതെല്ലാം ഡിവൈൻ ആവുന്നു എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ പിന്നീട് നമ്മുടെ ഉള്ളിൽ വരുന്ന എന്തായിരിക്കും? ഞാൻ എത്ര ശ്രമിച്ചാലും അങ്ങേപോലെ ആവാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങുന്നു. അതൊരു റെസിഗ്നേഷൻ അല്ല, ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അങ്ങ് എന്നെ സഹായിക്കാണ്ട് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. എനിക്ക് ഉയർന്ന തരത്തിലുള്ള ഫ്ലോ കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇനി അങ്ങോട്ടും അത് തന്നെ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഈ ചെറിയ അഹങ്കാരം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ദൗ ആർ ദ ഓൺലി ഗോഡ് ആൻഡ് പവർ ടു ബ്രിങ് അസ് അപ്പ് ടു ദാറ്റ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ദൗ എന്നുള്ള പദം വന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്ക് എപ്പോഴും അതർനെസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മളൊരു അതർനെസ് കടന്നു വന്നിരിക്കുന്നു. അങ്ങാണ് എന്നെ അങ്ങോട്ട് ഉയർത്താൻ ഈശ്വരനും ശക്തി, വേറെ ആരുമില്ല. ഈശ്വരനും ശക്തിയും അങ്ങാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കണം. ഈശ്വരനും ശക്തിയും വേറെയല്ല. ഈശ്വരൻ്റെ പ്രകടനമാണ് ശക്തി എന്ന് പറയുന്നതെങ്കിലും നമ്മൾ അബ്സല്യൂട്ട് സ്റ്റേറ്റ് ഈശ്വരനും ശക്തി ഒന്ന് തന്നെയാണ്. സ്നേഹത്തിൽ ശക്തി ആവശ്യമില്ല, സ്നേഹത്തിൽ പ്രസൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അംഗീകരിക്കുകയാണ്, ആ സ്നേഹത്തിൻ്റെ പ്രസൻസിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പ്രാർത്ഥനാ ഭാവത്തിൽ അബ്സല്യൂട്ടായിട്ടുള്ള ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. ഞാൻ അവിടെ ഇല്ലാതെയായി മാറുന്നു, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് പ്രസൻറ്റും ആവും. ഇതാണ് ഇൻവേർട്ടൻറ്റോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഈ സെൽഫിഷായിട്ട് ക്രിയേഷനിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ട് വെറും ഒരു മാധ്യമമായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യമമായിട്ട് മാറുകയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് മാറുകയാണ്. അപ്പോൾ ഡിസോൾവ് ചെയ്യുന്നതാണ് ശരിയായിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ, അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ. ഹൈഡ് യുവർ സെൽഫ് ടു റിവീൽ ഗോഡ്, ദിസ് ഇസ് ദ റിയൽ സാധന എന്ന് ലാലാജി മഹാരാജ് പറയുന്നു. ഇതേക്കുറിച്ച് ഇൻട്രോസ്പെക്റ്റ് ചെയ്യും. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.